ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ സബ്ജക്റ്റിലെ ഒരിത്തിരി ഘനമേറിയ സബ്ജക്റ്റാണ്. കാരണം ഇത് ഞാൻ ഡൈവോഴ്സ് ലോയറായിരുന്ന കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്തതും പിന്നെ കാലങ്ങൾ പോകെ കണ്ടുവരുന്ന സോഷ്യൽ സെറ്റപ്സും ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങളുമാണ്. പല ഡിവോഴ്സ് ലോയേഴ്സിൻ്റെയും അതുപോലെ സോഷ്യൽ വർക്കേഴ്സിൻ്റെയും ഒക്കെ വീഡിയോസും കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള ഏകദേശം ഒപ്പീനിയൻസാണ്. നിങ്ങളുടെ വിവാഹം ഡൈവോഴ്സ് പ്രൂഫ് ആക്കണമെങ്കിൽ ഉള്ള 5 ഇഫക്റ്റീവ് മന്ത്രാസാണ് കേട്ടോ ഞാൻ പോണത്. മന്ത്രാസ് എന്ന് പറയണോ അല്ലെങ്കിൽ ടിപ്സ് എന്ന് പറയണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. 5 ഇഫക്റ്റീവ് തിങ്സ്. ഒരിക്കലും ആ ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ വാക്കിലോ നോക്കിലോ വരുത്തില്ല. നമ്മൾ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മളങ്ങനെ ചിന്തിക്കുക പോലുമില്ല. അത് എങ്ങനെ ആയിരിക്കണം കണ്ടക്ട് ചെയ്യേണ്ടതെന്നാണ്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും ചേച്ചി അതുകൊണ്ടൊന്നും കാര്യമില്ല, ഞങ്ങളതൊക്കെ ചെയ്ത് നോക്കിയതാണ്, സാവധാന ദണ്ണം, അങ്ങനെ പറയരുത് കേട്ടോ. ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തേക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതിൽ ആദ്യത്തേത് ഇൻഫിഡിലിറ്റി കേട്ടോ. ഇൻഫിഡിലിറ്റി നിങ്ങളുടെ മാരേജിൽ പാടില്ല. ഇൻഫിഡിലിറ്റി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇൻഫിഡിലിറ്റി ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. ഇൻഫിഡിലിറ്റി ഈസ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡൈവോഴ്സിലേക്ക് വരുന്നതിന് മുമ്പേ ഇൻഫിഡിലിറ്റി ഒരു ബന്ധത്തെ കശക്കി എറിഞ്ഞു കളയും. അതായത് നമ്മളോട് ഒരു ഇഷ്ടവും ഇല്ലാത്ത ഒരു ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണെന്നുള്ളതിൻ്റെ പ്രൂഫാണ് വേറൊരു സ്ത്രീയെ നോക്കി പോകുന്നത്, അല്ലെങ്കിൽ അടുത്തവൻ്റെ വീട്ടിൽ പൂന്തോട്ടത്തിൽ പോയി പൂ പറിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നല്ല താമരപ്പൂ ഇരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും ചിലർ അങ്ങനെയാണ്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്കാണ് ആസ് എ സോഷ്യൽ ആനിമൽ നിങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ചാഞ്ഞു നിൽക്കുന്ന മാവോ തെങ്ങോ ഒക്കെ ആണെങ്കിൽ ഓടിക്കയറാനുള്ളൊരു പ്രവണത എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പം അപ്പുറത്ത് ഒരു ഗൾഫുകാരൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരിക്കാം താമസിക്കുന്നത്. നിങ്ങൾ വിവാഹത്തിന് മുമ്പേ അവിടെ ഒരു ചെറിയ ഹെൽപ്പിങ്ങിനും പോകുന്നതും അങ്ങനെയൊക്കെ ഒരു കൗമാരക്കാരൻ്റെ ചാബല്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അവിടെ കട്ട് ചെയ്തേക്കണം. എടുക്കാൻ പാടില്ല തന്നെ, അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു അച്ഛന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ അതുപോലെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് നടത്തുന്നിടത്ത് പോയി ആ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് റൂട്ടെപ്പാടെ, അതായത് യു ഹാവ് ടു uproot it and throw it away to the Bay of Bengal or Arabian Sea. നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ അനുസരിച്ച് കേട്ടോ. കാരണം ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ട് വി യൂസ് ടു സേ ദിസ്, ത്രോ ഇറ്റ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുമായിരുന്നു. ഇങ്ങനത്തെ ഈ അനാശാസ്യമായിട്ടുള്ള ചിന്തകളെ. അപ്പോൾ എല്ലാവരും പറയും ഇന്നത്തെ ഈ കാലത്താണ് ഈ ചേച്ചി വന്നിരുന്നത് ഇത് പറയുന്നത്. ഇന്നത്തെ കാലത്ത് തന്നെയാണ് ഇത് ആവശ്യം. ഫസ്റ്റ് വൺ, ഇൻഫിഡിലിറ്റി എന്ന് പറയുന്നത് മാരേജിൽ വരാനേ പാടില്ല. കാരണം ഒരു പ്രാവശ്യം അത് സംഭവിച്ചാൽ തന്നെയും ഭാര്യ അത് ഓക്കെ മറന്നേക്കാം എന്ന് വിചാരിച്ചാൽ തന്നെയും അവരുടെ മനസ്സിൽ ഒരു സംശയത്തിൻ്റെ വിത്ത് പാകിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മനസ്സിൽ അതൊരു സംശയത്തിൻ്റെ വിത്ത് പാകിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ അത് പിന്നെയും അത് മുളപൊട്ടി വന്നുകൊണ്ടിരിക്കും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ മനുഷ്യനാണ് മറുകണ്ഠം ചാടിയിട്ടുണ്ടാകാം, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് സമാധാനമാണ് വേണ്ടത് അല്ലേ. നമ്മുടെ ഒരു പ്രൊജനി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കുട്ടികളുണ്ടാകുമ്പോൾ നമ്മളൊരു ഫാമിലി കയറി പിടിപ്പിച്ച് വരുമ്പോൾ നമുക്കതിൻ്റെ ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അതിൽ കെട്ടിപ്പടുക്കുന്ന ആ വീടിന് ഒരു ബലവും ഒരു ഉറപ്പും ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെയുള്ള ആ വീടാണ് നമ്മുടെ സ്വർഗമായി തീരുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ആ ഇൻഫിഡിലിറ്റിയിൽ പെടാതിരിക്കാൻ നോക്കുക. അങ്ങനെ പെട്ടുപോയാൽ അതിൽ നിന്ന് നിങ്ങൾ അപ്പം തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് മേ ബി ചില ഓഫീസസിൽ ചിലപ്പോൾ ഒരു പ്രോക്സിമിറ്റി കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയർ ആയിരിക്കാം അല്ലെങ്കിൽ സീനിയർ ആയിരിക്കാം, അവരോടൊക്കെ ഉള്ള ഒരു പ്രോക്സിമിറ്റി കാരണം, അവരുടെ ടേക്കിംഗ് കെയർ ആറ്റിറ്റ്യൂഡ് കാരണം ബാക്ക് ഹോം നിങ്ങളെ അങ്ങനെ ആരും ടേക്ക് കെയർ ചെയ്യാനില്ലായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അവരോടുള്ള ഒരു സ്നേഹം കൂടുതൽ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ജോലിയിൽ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവരോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായെന്ന് വരും. ആ സോഫ്റ്റ് കോർണർ അവിടെ സ്നിപ്പ് ചെയ്തേക്കണം. ഇറ്റ് ഈസ് ഓൺലി ആ ജോലിയുടെ അല്ലെങ്കിൽ
അതിൻ്റെ ആ ഓഫീസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വെച്ച് പുലർത്താൻ പാടുള്ളൂ. അതൊന്ന്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ചില പ്രത്യേക തരത്തിലുള്ള ജോലികളില്ലേ, ഫോർ എക്സാമ്പിൾ പൈലറ്റ്സ് അങ്ങനെ, അപ്പോൾ അവർക്ക് ഓവർനൈറ്റ് സ്റ്റേ ഒക്കെ ആവശ്യം വരും. ഓവർനൈറ്റ് സ്റ്റേ ആവശ്യം വരും. പിന്നെ അവരുടെ കൂടെയുള്ള ക്രൂ എല്ലാം ഒരേ സ്ഥലത്തൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ക്രൂ ലീഡർ എന്ന രീതിയിൽ പൈലറ്റ്സിന് വളരെയധികം ഇങ്ങനെ എന്താ പറയുക, മസ്കാഗിരി എന്നൊക്കെ പറയത്തില്ലേ, മണിയടിക്കാനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടാകാം. പിന്നെ ഈ ബാഹ്യ സൗന്ദര്യത്തിൽ അവരൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരുമാണല്ലോ, അതിലൊക്കെ വീഴാതിരിക്കാൻ ശ്രമിക്കുക. പൈലറ്റ്സ് വീഴരുത്, എയർ ഹോസ്റ്റേഴ്സുമാരും പൈലറ്റ്സിൻ്റെ ഇതിൽ വീഴരുത്. ഞാൻ ഒരു പ്രത്യേക കാറ്റഗറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓവർനൈറ്റ് സ്റ്റേ ഉള്ളതുകൊണ്ട് അതിൽ ഡോക്ടേഴ്സ് പെടാം, നേഴ്സസ് പെടാം, ലേറ്റ് നൈറ്റ് ഇരിക്കുന്ന ലോയേഴ്സ് വരാം, ലോയേഴ്സിൻ്റെ ജൂനിയേഴ്സ് വരാം. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോക്സിമിറ്റിയാണ് പ്രയാസം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രോക്സിമിറ്റി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഒരു കൊലീഗിൻ്റെ കൂടെ നമുക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇനിയൊരു ഫീമെയിൽ കൊലീഗിനെയോ ഇനിയൊരു മെയിൽ കൊലീഗിനെയോ കൂട്ടത്തിൽ കൂട്ടുക. ഒറ്റയ്ക്കാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അയ്യോ ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റുമോ ചേച്ചി എന്ന് വെച്ചാൽ യു ഹാവ് ടു. അതില്ലെങ്കിൽ നിങ്ങൾ അത്ര ഹെഡ് സ്ട്രോങ് ആയിരിക്കണം കേട്ടോ. ബിക്കോസ് നമുക്ക് നമ്മുടെ ഫാമിലി അല്ലേ വലുത്. പിന്നെ ഇതാണ് ഫസ്റ്റ് തിങ് കേട്ടോ. ദാറ്റ് ഈസ് എ ബേസിക് തിങ് വിച്ച് ഐ ഹാവ് ടു സേ ടു മേക്ക് യുവർ മാരേജ് ഡിവോഴ്സ് പ്രൂഫ്. സെക്കൻഡ് തിങ്, ഇത് ഫസ്റ്റ് തിങ് ഒക്കെ ആകാം, പക്ഷേ ഇതിൻ്റെ ഞാൻ പറയുന്ന 1, 2, 3 എന്നുള്ള രീതിയിൽ എടുക്കണ്ട. പക്ഷെ ഞാൻ ടിപ്സായിട്ട് പറയണം. അടുത്തത് ഫിനാൻസ്. ഇത് മസ്റ്റായിട്ട് ഭയങ്കര സുതാര്യമായിരിക്കണം. അപ്പം അതിനു മുമ്പ് മറ്റേ ഇൻഫിഡിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയട്ടെ, സുതാര്യത. ഇപ്പം നിങ്ങൾക്ക് 2 സിം കാർഡ് ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരെണ്ണം ഓഫീസ് ആവശ്യത്തിനാണെങ്കിൽ ഓഫീസ് ആവശ്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ. മറ്റ് സിം കാർഡ് വന്നിട്ട് യു ഷുഡ് യൂസ് ഇറ്റ് ഓൺലി ഫോർ യുവർ പേഴ്സണൽ യൂസ്. അതിൻ്റെ ലോക്കും കാര്യങ്ങളും, ഇപ്പം ഐഫോൺ ആണെങ്കിൽ അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ വൈഫിനും പറഞ്ഞു കൊടുക്കാം. അവർ വന്ന് നോക്കിക്കോട്ടെ. കാരണം എന്താ, നിങ്ങൾക്കൊന്നും മറക്കാനല്ലെങ്കിൽ നോക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അപ്പോൾ പറയും അല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്പേസ് ഉണ്ടെന്നല്ലേ പറയണം. ആ സ്പേസ് ഈ കാര്യത്തിൽ ഭാര്യ നോക്കും. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് പോകാതിരിക്കാനെങ്കിലും ശ്രമിക്കും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ആയിരിക്കണം ഭർത്താവിൻ്റെ ഫോണിൻ്റെ, ഭാര്യയുടെ ഫോണും ഭർത്താവിൻ്റെ ഫോണും അന്യോന്യം ലോക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ചില മെസ്സേജസ് ഒക്കെ എനിക്ക് ഭാര്യയെ കാണിക്കാൻ പറ്റാത്ത, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഭാര്യയെ കാണിക്കാൻ പറ്റാത്തതുള്ളത്? ഫിനാൻസസോ? നോ. നിങ്ങളുടെ ഭാര്യ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അവരെ നിങ്ങൾ കർട്ടെയിൽ ചെയ്യണം. അവർ ഭയങ്കര സ്പെൻഡ് ത്രിഫ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ചിലവാക്കും എന്ന് പറയുന്ന ചില മഹാന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും അങ്ങനെ പറയാറുമുണ്ട്. അങ്ങനെയൊന്നും ഇല്ല. നിനക്ക് ഇത്രയും രൂപ ഞാൻ തരും മാസം, അല്ലെങ്കിൽ ഒരു ജോലിയില്ലാത്ത വൈഫാണ്, നമ്മുടെ കുട്ടിയെ നോക്കാനാണ് അവർ വീട്ടിലിരിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു എമൗണ്ട് വേണം. അവരും ഒരു ചെറിയ എന്താ പറയുക, ഒരു പഞ്ഞിമിഠായി മേടിക്കാനാണെങ്കിലും 10 രൂപ വേണ്ടേ? അത് കയ്യിലില്ലെങ്കിൽ എങ്ങനെ അവരെവിടെ പോയി ഉണ്ടാക്കും വീട്ടിലിരിക്കുന്നവർ? സോ അലോട്ട് ഒരു കുടുംബ ബഡ്ജറ്റിൽ ഭാര്യയ്ക്കും അല്ലെങ്കിൽ കുഞ്ഞിനും ഒക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എന്താ പറയുക, മിഷ്ലേനിയസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കൊടുക്കുക. നിങ്ങളുടെ വരുമാനത്തിന് അനുപാതമായിട്ട് കൊടുത്താൽ മതി. ആരും നിങ്ങളോട് എന്താ പറയുക, ജോയ് തോമസ് പറഞ്ഞ പോലെ എന്താണ് അദ്ദേഹം കൊടുക്കുന്ന 50,000 രൂപ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാവർക്കും പറ്റില്ലല്ലോ. റിച്ച് ആയിട്ടുള്ളവർക്കല്ലേ അതൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഇതാണ് എനിക്ക് പറ്റുള്ളൂ. 1000 കൂടെ ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, ബട്ട് ദാറ്റ് ഈസ് ഹെർ മണി. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഈ വിവാഹത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫിനാൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. അങ്ങനെ ആകുമ്പോൾ കല്യാണം എങ്ങനെ നടത്തണം എന്ന് പോലും നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് അച്ഛനമ്മമാരോട് പറഞ്ഞോളൂ. അതിന് ഇന്നത്തെ കാലത്ത് കുട്ടികൾ പോയിട്ട് അങ്ങ് തീരുമാനിക്കുകയാണ്. എല്ലാവരും മഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം, അയൽവക്കത്തെ ആൻറ്റി പോലും മഞ്ഞ സാരി ഇട്ടുകൊണ്ട് വരണം. അവർ പാവം തൊഴിലുറപ്പിന് പോകുന്ന ആൻറ്റിയാണ്, ആ ആൻറ്റി പോയിട്ട് മഞ്ഞ സാരി എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാ ഇങ്ങനത്തെ പ്രഹസനങ്ങളൊക്കെ? സജി എന്ന് ചോദിക്കുന്ന പോലെ അത് സിനിമ ഉണ്ടല്ലോ, കുമ്പളങ്ങി നൈറ്റ്സിൽ. എന്ത് പ്രഹസനമാണ് ഇതൊക്കെ? വൈ ഷുഡ് വി ഡു ദിസ്? ഞാനിതൊക്കെ ചെയ്തില്ലെന്ന് വെച്ചാൽ ഇല്ല, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ സമയത്ത് ഇതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അതിന് ഒരു പ്രത്യേക ഭംഗിയോടും ഒതുക്കത്തോടും കൂടി തന്നെയാണ് എൻ്റെ വിവാഹം നടന്നത്. ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ക്ലിപ്സായിട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സിമ്പിൾ മാരേജ് ആണ് എപ്പോഴും നല്ലതും. എന്നാൽ എലിഗൻറ്റും ആയിരിക്കും. നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മളെ കൊണ്ട് ഒക്കുന്ന ആഭരണങ്ങൾ വാങ്ങിച്ചിട്ട്, അതേപോലെ ഈ എന്താ പറയണേ, ബ്രൈഡൽ ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റെൻറ്റിന് എടുക്കുന്ന ആ കോപ്രായമൊക്കെ ഇല്ലേ, അതെല്ലാം വൃത്തികേടാണ് കേട്ടോ. എൻ്റെ അഭിപ്രായമാണ്. എനിക്കറിയില്ല, എൻ്റെ മകൾക്കും അങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഉള്ളത് വൃത്തിയായിട്ട്, ഒന്നും ഇല്ലെങ്കിൽ എന്താ,
ചെറിയ ഒരു മാല ഇട്ടിട്ടാണെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ, ഒരു സിംപ്ലിസിറ്റിയിലും ഒരു രസമുണ്ട്. ഓക്കെ, അതൊക്കെ അവരവരുടെ പേഴ്സണൽ ഇതാണ്. എന്നാലും ഞാൻ പറയാണ്, നമ്മുടെ ഫിനാൻസസ് അനുസരിച്ച് നമ്മളുടെ ഫൈനാൻസ് ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പെൺകുട്ടി വരുന്ന ജീവിതത്തിലേക്ക് വരുന്നത്, അത് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഇങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്. നമുക്ക് നാളെ നമുക്ക് ഒരു ആൾ പറയുന്നത് കേട്ടില്ലേ, നിങ്ങൾ പുവറായിട്ട് ജനിച്ചത് നിങ്ങളുടെ കുഴപ്പമല്ല, പക്ഷെ പുവറായിട്ട് മരിക്കുന്നത് നിങ്ങളുടെ കുഴപ്പമാണ് അല്ലേ. നമ്മുടെ അച്ഛനമ്മമാർക്ക് ഇത്രയാണ് നമുക്ക് തരാൻ പറ്റുള്ളൂ, നമ്മൾ അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. പിന്നെ അവർ തരുന്നത് നമ്മൾ നോക്കുക വേണ്ട. കാരണം എന്താണെന്ന് പറയട്ടെ, ചിലപ്പോൾ ചിലർ ബയസ്ഡ് ആയിട്ട് ഒരാൾക്ക് മാത്രം കൊടുത്തുന്നിരിക്കും, ഒരാൾക്ക് തന്നില്ല എന്നിരിക്കും. അതിൽ നമ്മൾ വെന്ത് ഉരുകി പോയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതമാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത് എന്നുള്ള ബോധം ഈച്ച് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഉണ്ടാവേണ്ടതാണ്. പലരും, എല്ലാ അച്ഛനമ്മമാരും ഒരേപോലെ ഒരു കഷ്ണം അപ്പം എടുത്ത് രണ്ടായിട്ട് ഈക്വലായിട്ട് വിഭജിച്ച് തരുന്നവരൊന്നും ആയിരിക്കില്ല. ഒരാൾക്ക് ചിലപ്പോൾ ഇച്ചിരി കാലം കൂടുതൽ കൊടുത്തെന്നിരിക്കും. കാരണം പറയും അവൻ വീക്കാണ്, അവന് തീരെ ഹെൽത്ത് ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും കൂടുതൽ അപ്പം അവന് കൊടുത്തതെന്ന് പറയും. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ന്യായീകരണവും കാണും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആസ് എ ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറയുന്ന ആണും പെണ്ണും അവനവൻ്റെതായ രീതിയിൽ ഈ പറഞ്ഞ എന്താ പറയുക ഫിനാൻസസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുകയും, അച്ഛനമ്മമാർ ഇത്രയൊക്കെ ചിലവാക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇത്രയും മതി, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അത് വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് യുവർ എന്താ സീഡ് മണി ഫോർ ബൈയിങ് എ ഫ്ലാറ്റ് അല്ലേ. ചെറിയൊരു ഫ്ലാറ്റ് നിങ്ങൾ ജോലി ചെയ്യുന്ന പട്ടണത്തിൽ, ബാംഗ്ലൂർ ആയിരിക്കുമല്ലോ ഇപ്പം എല്ലാവരും, ചെറുതായിട്ട് നമ്മളെ കൊണ്ട് ഒക്കുന്നതേ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ആകും. ഫിനാൻസസ് പറ്റത്തില്ല, പലപ്പോഴും ജോബ് ലോസ് ഒക്കെ ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയാണ് ഇതൊക്കെ. സോ എല്ലാം ശ്രദ്ധിച്ച് വേണം. കുറച്ചൊരു സീഡ് മണി മേടിച്ച് വെച്ചിട്ട് നമ്മൾ ഈ 15,000 രൂപയുടെ റെൻറ്റിന് താമസിച്ചിട്ട് 50,000 രൂപ EMI അടയ്ക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ അതിന് ഒരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് യു ക്യാൻ ഡു ദാറ്റ് കേട്ടോ. ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. ഏർലി ആയിട്ട് എപ്പോഴും ഹോം ലോണൊക്കെ എടുത്ത് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. ഹോം ലോൺ എടുക്കരുതെന്നൊക്കെ പറയുന്ന പല ഫിനാൻസ് എന്താ പറയുക ഗുരൂസൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രാക്ടിക്കൽ ഗുരുവായ ഞാൻ പറയുകയാണ്, അത് നേരത്തെ എടുത്തോളൂ, നേരത്തെ അടഞ്ഞു തീരുകയും ചെയ്യും. നമുക്ക് സാധിക്കും. നമുക്ക് ജോലിയുള്ള ആൾക്കാർ അതിനുവേണ്ടി പ്രയത്നിക്കും. നമുക്കപ്പോൾ ഒരു ഗോൾ ഉണ്ടാകും. അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം, ഫിനാൻസസ് നല്ല സ്ട്രോങ് ആക്കുക. അതിലാണ് എപ്പോഴും പ്രശ്നങ്ങൾ വരിക. കാരണം ഒരാൾ വീട്ടിലിരിക്കേണ്ടി വരുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുക. ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും എന്നുള്ള ആ ചോദ്യം വരരുത്. ഇത്രയുമാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, നമുക്ക് ഇതിനുള്ളിലായിരിക്കണം ജീവിതം എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളുക കേട്ടോ. ഇതിലൊന്നും ഒരു നാണക്കേടും കാണിക്കേണ്ട ആവശ്യമില്ല. തന്നെ കൊണ്ട് ഒരു ആൾട്ടോ കാർ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവൻ പോയി ഹോണ്ട സിറ്റി വാങ്ങിക്കരുത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ പുതിയ കാറുകളുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ ഒന്നും വാങ്ങിച്ചേക്കരുത്. ബിക്കോസ് ഏത് കാറിൽ പോയാലും നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ ഏത് കാറാണെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഫിനാൻസസ് നമ്മൾ തന്നെ കൊണ്ടുവരണം. സെക്കൻഡ് തിങ്. അപ്പോൾ ഇത് രണ്ടെണ്ണമായില്ല. അതേപോലെ അച്ഛനും അമ്മയ്ക്കും പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അത് നേരത്തെ തീരുമാനിച്ച് വെച്ചേക്കുക. 3 മക്കളുണ്ടെങ്കിൽ 4 മക്കളുണ്ടെങ്കിൽ 4 പേരും തുല്യമായിട്ടായിരിക്കണം. ആ അച്ഛനും അമ്മയും അങ്ങനെ തന്നെ പറയണം, നിങ്ങൾ ഓരോരുത്തരും ഇത്രയാണ് എനിക്ക് തരേണ്ടത്. ഇന്നത്തെ കാലത്ത് മക്കളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് കഴിയുന്നത് എന്ത് നാണക്കേടാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തവരെന്തോ ചെയ്തു പോകും. ചിലർക്കൊക്കെ അങ്ങനെ ഇല്ല, അങ്ങനെ ആയിപ്പോയി അവരുടെ സ്ഥിതിയെങ്കിൽ ആ മക്കള് ഒരാൾ മാത്രമായിട്ട് ഷോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര പേരുണ്ട്, 2 പേരുണ്ടെങ്കിൽ 2 പേര്, അത് ആണും പെണ്ണും വ്യത്യാസമില്ല. അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഇത് കൊടുക്കുക. എന്താ പറയുക, ഇത്രയായിരിക്കണം, ഞങ്ങൾക്ക് ഇത്ര രൂപയാണ് വേണ്ടത്. പിന്നെ ഓവറായിട്ട് അച്ഛനമ്മമാർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ അതിൽ അവർക്ക് ഭക്ഷണം, മരുന്ന്, അതുപോലെയുള്ള വീട് സൗകര്യങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. അതിന് കൂടുതൽ കൊടുത്ത് അവർക്ക് ഇനി സമ്പാദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയാൽ പോരെ. അതൊന്ന്. ഇതെല്ലാം തുറന്ന് സംസാരിക്കണം. ചില ആളുകൾക്ക് ഭയങ്കര നാണക്കേടാ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്, ഇല്ല ഞങ്ങൾക്ക് ഇത് കൂടുതൽ തരാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ. വൈ? അവരവരുടെ കാര്യം ചെയ്തില്ല, അതുകൊണ്ടല്ലേ നമ്മൾ കൊടുക്കേണ്ടി വരണം. നമുക്കും ഇങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ മക്കളുടെ അടുത്ത് പോയി കൈനീട്ടേണ്ടി വരില്ല. അതുകൊണ്ട് വാട്ട് വി ഷുഡ് ഡു, അവരിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ട് നമ്മൾ കുറച്ച് ഒരു പൈസ എടുത്ത് വെക്കാനും നമ്മുടെ എന്താ പറയുക വയസ്സുകാലത്ത് കൈനീട്ടേണ്ടി വരാതിരിക്കാനും ശ്രമിക്കുക. സോ ഫിനാൻസ്. അപ്പം 2 കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള മാരേജിൻ്റെ അടിത്തറകളാണ് കേട്ടോ.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പേസ് ഡിഫിനിഷൻ. ഇപ്പോൾ നിങ്ങൾ കൂട്ടുകുടുംബത്തിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്പേസ് നിങ്ങൾ ഡിഫൈൻ ചെയ്തേ പറ്റുള്ളൂ സഹോദരന്മാരെ സഹോദരിമാരെ. കാരണം അല്ലെങ്കിൽ ആ ഒരു റൂം എന്ന് പറയുന്നത് ഗോസിപ്പ് കോളത്തിനുള്ള റൂമായിരിക്കും, ഗോസിപ്പ് കോർണർ ആയിരിക്കും ഒരു മുറി. ഇപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചാഞ്ഞു കിടക്കുന്ന മരമാണെങ്കിൽ എല്ലാവരും കയറി വന്ന് അവിടെ പല്ല് തേക്കത്തുള്ളൂ, അവിടെ കുളിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ചില ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോഴും ഓരോരുത്തർക്കും ഓരോ റൂംസ് ഉള്ള സമയത്തിൽ ചിലപ്പോൾ 4 മക്കൾക്ക് 3 റൂംസേ ഉള്ളെങ്കിൽ ഒരു മുറി ചിലപ്പോൾ കോമൺ ആയി പോകും. ആ കോമൺ റൂം നിങ്ങളുടെ ബെഡ്റൂം ആകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം എല്ലാവരും, ഞാൻ പറയുന്നത് പറയുമായിരിക്കും, ഓ ഇവരെന്തൊരു സാധനം അഡ്ജസ്റ്റ്, അങ്ങനെയല്ല. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് ഈ ആളുകൾക്ക് അവർക്കില്ലേ അപ്പം അങ്ങനെ ഒരു ബോധവും അവർക്ക് ഇല്ലേ? ആ കയറി ബാർജിൻ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് അവരുടെ വീട്ടിലൊന്ന് പോയി ബാർജിൻ ചെയ്ത് നോക്കൂ. സപ്പോസ് ഇപ്പോൾ ഒരു അൺമാരീഡ് സിസ്റ്റർ ഇൻ ലോ ആണ്, അവരിങ്ങനെ എപ്പോഴും ബാർജിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു നേരത്തെ കല്യാണം കഴിച്ചിട്ട് അവിടെ ആദ്യമേ ഉണ്ടായിരുന്ന ഒരു കോ സിസ്റ്ററാണ്, അവരുടെ റൂമിലേക്ക് ബാർജിൻ ചെയ്ത് നോക്കൂ. അവർക്ക് ഇഷ്ടാവുമെന്ന്? ഇഷ്ടാവില്ല. അവരപ്പം മുഖം കറുപ്പിക്കും, വേറെ പോലെ പെട്ടെന്ന് മുറിയുടെ പുറത്തേക്ക് വന്നിട്ട് കോമൺ റൂമിൽ നിന്ന് സംസാരിക്കും. അതേപോലെ തന്നെ ചെയ്തോളൂ. ഡിഫൈൻ യുവർ സ്പേസ് യങ് മാൻ ആൻഡ് വുമൺ. നിങ്ങൾ നിങ്ങളുടെ സ്പേസിൽ നിങ്ങൾക്ക് വസ്ത്രധാരണം ചെയ്യാനും നിങ്ങളുടെ മേക്കപ്പ് സാമഗ്രികൾ വയ്ക്കാനും നിങ്ങളുടെ വസ്ത്രങ്ങൾ വയ്ക്കാനും നിങ്ങൾക്ക് ഒരു മുറി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടേതാണ്. അതിൽ ആരും ബാർജിൻ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് പറയാം, ഇത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല, ബിക്കോസ് ക്ലസ്റ്റേർഡ് ആണ്, ഇവിടെ ഇരുന്ന് എന്തിനാ സംസാരിക്കുന്നത്, വൈ ഡോണ്ട് വി ഗോ ഔട്ട് ആൻഡ് ടോക്ക്. എപ്പോഴും അതായിരിക്കണം, ഒരു കോമൺ സ്പേസിലായിരിക്കണം നിങ്ങളുടെ ഫാമിലി ഡിസ്കഷൻസ് നടക്കുന്നത്. കൂട്ടുകുടുംബമാണെങ്കിൽ ഡിഫൈൻ യുവർ സ്പേസ്, അല്ലെങ്കിൽ ആ സ്പേസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, നിങ്ങൾക്ക് പ്രൈവസി ഉണ്ടാവില്ല. പ്രൈവസി എല്ലാ മനുഷ്യൻ്റെയും ഒരു അത്യാവശ്യമാണ് കേട്ടോ. സോഷ്യൽ ബീയിങ് ആയിട്ടുള്ള നമ്മൾക്ക് സൊസൈറ്റിയായിട്ട് മിങ്കിളും ചെയ്യണം. നമുക്ക് അപ്പോൾ നമുക്ക് പ്രൈവറ്റ് സ്പേസും ആവശ്യമാണ്. നമ്മൾ മൃഗങ്ങളല്ലല്ലോ. മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന്. ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കണം തോന്നും, അല്ലെങ്കിൽ ഒന്ന് വെറുതെ പാട്ട് കേൾക്കണം തോന്നും. ആ സമയത്ത് എല്ലാവരും കൂടി ചുറ്റിനും കൂടി വന്നിരുന്ന് അയൽവക്കത്തെ ആൻറ്റിയുടെ മോന് വേറെ ഒരുത്തിയെ വെച്ചുകൊണ്ടിരിക്കുന്ന കഥയും ഒരു 10 പൈസയ്ക്ക് വിലയില്ലാത്ത ഗോസിപ്സും. എന്തിനാണ് നമ്മൾ ഇതൊക്കെ കേട്ട് നമ്മുടെ മണ്ട ചീത്തയാക്കുന്നത്? ആദ്യമേ യു ഷുഡ് സെറ്റ് യുവർ ബൗണ്ടറി ആൻഡ് സേ ദാറ്റ് അമ്മ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ സ്വാൻസോ ആ പേര് വിളിച്ചിട്ട് XYZ, എനിക്ക് ഇതിനകത്ത് താല്പര്യമില്ല കേട്ടോ, നിങ്ങൾ എൻ്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞ് കേൾപ്പിക്കേണ്ട. ആദ്യമേ അങ്ങോട്ട് പറഞ്ഞു നോക്കിക്കേ. ഈ ഗുഡ് ഗേൾ സിൻഡ്രോമൊക്കെ അങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടല്ലോ, അവർ പറഞ്ഞോളൂ, അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് കുട്ടികളെ. എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല കേട്ടോ, എന്നോട് ഇതൊന്നും പറയണ്ട. അപ്പം എന്താണെന്നറിയോ, അപ്പം നമ്മുടെ ഹസ്ബൻഡ് ചില സമയത്ത് പറഞ്ഞോളൂ, നീ എന്തോ അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ പറയുന്നത് എന്താണെന്ന്. അപ്പം അവരോട് സമാധാനമായിട്ട്, ചൂടായിട്ടല്ല, നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മുടെ ഈ വീട്ടിലെ കാര്യം, ഇവിടെ പെയിൻ്റൊക്കെ വർഷം കഴിഞ്ഞ് അടിക്കുമ്പോൾ എല്ലാവരും കൂടെ ഇത് ചെയ്യണ കാര്യം, അല്ലെങ്കിൽ എന്ത് കളറാ, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ കാര്യം, അല്ലെങ്കിൽ നമ്മൾ മാറി താമസിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യൂ. അയലോകത്തെ വീട്ടിലെ ആൾക്കാരുടെ ഈ പറഞ്ഞ പോലെ ജാര സംഗമവും അതും ഇതൊക്കെ നമ്മുടെ വീട്ടിലത്തെ സംസാര വിഷയമാക്കിയാൽ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം ഇറോഡാകും. പിന്നെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അത് ഇറോഡാകും. പിന്നെ എന്തും പറയാമെന്നാകും നമ്മളോട് കേട്ടോ. ഈ ഇൻലോസ് ആണെങ്കിലും അവർക്ക് അങ്ങനെ ചിലപ്പോൾ അവർക്കത് ശ്രദ്ധയില്ലായിരിക്കാം, അവരിത് പറഞ്ഞ് ശീലിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻ ഇസ് സച്ച് ദാറ്റ് ദേ ഗോസിപ്പ് അബൌട്ട് ഈച്ച് ആൻഡ് എവ്രി വൺ അറ്റ് ഹോം, ഐ മീൻ ഇൻ ദ നെയ്ബറിങ് പ്ലേസസ്, അങ്ങനെയുള്ളവരായിരിക്കാം. അപ്പം നമ്മളത് അപ്പോഴേ മുളയിലെ നുള്ളിക്കളഞ്ഞു, അതിലൊന്നും തെറ്റൊന്നുമില്ല. നമ്മളെ ഒറ്റപ്പെടുത്തുമെന്ന് ഓർത്തിട്ടാണോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത ആളാണ്, അതൊന്നും കാര്യമില്ലടോ. അല്ലെങ്കിലും ഒറ്റപ്പെടുത്തും എല്ലാവരും. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ദൈവത്തെ ഓർത്ത് നമ്മളുടെ സ്പേസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, അതർവൈസ് വി വിൽ റിഗ്രറ്റ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പുറത്തേക്കെന്ന് പറഞ്ഞാൽ പോലെ അവർ പോകില്ല. അവിടെ ഒരു എക്സ്ട്രാ തലേന കൊണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ഉറങ്ങണേന്ന് പറയും. ഓ ഇത്രയും വർഷമായില്ലേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്, പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തിനാ പ്രൈവറ്റ് സ്പേസ് എന്നാകും. ഓക്കെ, അപ്പം ഈ 2-3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലൈഫിൽ എന്താ പറയുക, മുന്നേറും തോറും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതൊരു സെറ്റിംഗ് ദ ബൗണ്ടറിയിൽ തെറ്റില്ല. പിന്നെ പുറത്ത് പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അവരെ കൊണ്ടുപോകുന്നതിൽ, അപ്പം ഒരു അമ്പലത്തിൽ ഒരു സ്പെഷ്യൽ അമ്പലം, ഇപ്പോൾ ഗുരുവായൂരാണല്ലോ നമ്മളൊക്കെ അധികം, അങ്ങനെ പോകുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ ദൂരെ, ഇപ്പം ഞങ്ങളവിടെ ആ ഏരിയയിലൊക്കെ ആണെങ്കിൽ ദൂരെ ഇപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് ഉള്ള അമ്പലത്തിലേക്കൊന്ന് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അവരോട് ചോദിക്കാം, ഞങ്ങളുടെ കൂടെ വരുന്നു. അല്ലാതെ ഡെയിലി ദിവസം പോകുന്നിടത്ത് കൊണ്ടുപോകാം. ആ ഒരു രസമുണ്ടല്ലോ ഭർത്താവും ഭാര്യയും പോകണം, അതൊന്നും നിങ്ങൾ കളഞ്ഞു കുളിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സൊക്കെ
നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തോളൂ. ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നിങ്ങളാണ് ഈ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വന്നത്. നിങ്ങൾ മാത്രമാണ് അവരുടെ വീട്ടുകാരല്ലാത്തത്. ബാക്കി അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, റിലേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് എന്താണെങ്കിലും പറയാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോട് മാത്രമാണ് പറയാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തോളൂ. ഡിവോഴ്സ് പ്രൂഫ് ആക്കാനായിട്ട് ഇത് തന്നെയാണ് കാരണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ കണക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്വർണത്തിൻ്റെ, നിങ്ങളുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഹസ്ബൻഡ് ഡിസൈഡ് ചെയ്യേണ്ട ചില കാര്യങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് ഫാമിലിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. മേ ബി യു ആർ ഗോയിങ് ടു സെൽ യുവർ ജ്വല്ലറി ആൻഡ് ദെൻ ഗോയിങ് ടു ബൈ എ ഹൗസ്. അത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അമ്മായിയമ്മയോടോ അമ്മായച്ചനോടോ ഒന്നും പറയേണ്ട കാര്യമില്ല. യു ക്യാൻ കീപ്പ് ഇറ്റ് ആസ് യോസ്. ഇറ്റ് ഈസ് യോസ് കേട്ടോ. പെൺകുട്ടികളൊക്കെ ഇത് ഒരുപാട് പ്രയാസപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നോട് വന്ന് പറയുന്നുണ്ട് പലരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഐ ഹാവ് ഡൺ ഇറ്റ് ലൈക്ക് ദിസ്. ഞാൻ എൻ്റെ ഫുൾ ജ്വല്ലറി വിറ്റിട്ടാണ് എനിക്ക് വീടിന് അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയത്. ഞാൻ ആരുടെ ചോദിച്ചിട്ട് പോലുമില്ല. പിന്നെ ഞങ്ങൾ തന്നെ പതുക്കെ പതുക്കെ ഉണ്ടാക്കുകയും ചെയ്തു. അതും ആരോടും പറയണമെന്നൊന്നുമില്ല. പിന്നെ പുതിയ ഒരു നെക്ലസും പെണ്ണുങ്ങളൊക്കെ അല്ല, അതൊക്കെ കാണുമ്പോൾ വേണമെങ്കിൽ അമ്മയെ കാണിച്ചു കൊടുക്കാം, അമ്മ ഇത് നല്ലതാണോ, അങ്ങനെ അത്രയൊക്കെ മതി. അല്ലാതെ ഇത്ര എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. മനസ്സിലായോ? കാരണം അവരുടെ കാഴ്ചപ്പാടുകളല്ല നമ്മളുടേത്. നമ്മൾ മാറി, നമ്മൾ അടുത്ത ജനറേഷനായി. ഇനി നമ്മുടെ അടുത്ത ജനറേഷൻ അവരുടെ കാഴ്ചപ്പാടും ചിലപ്പോൾ മാറും. അവർക്ക് ഗോൾഡ് ആയിരിക്കില്ല, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഷെയർസോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവരതൊക്കെ നമ്മളോട് പറയണമെന്നോ അല്ലെങ്കിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യണമെന്നോ ഒന്നുമില്ല. അപ്പോൾ ഈ 3 ബേസിക് പോയിന്റ്സ് സൂക്ഷിച്ച് മനസ്സിൽ വെച്ചോളാം. ഫസ്റ്റ് വൺ, ഇൻഫിഡിലിറ്റി ഉണ്ടാകാൻ പാടില്ല. സെക്കൻഡ് വൺ, ഫിനാൻസ് സ്ട്രോങ് ആയിരിക്കണം. തേർഡ് വൺ, ഡിഫൈൻ യുവർ സ്പേസ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ യുവർ മെട്രിമോണിയൽ ഹോം. കേട്ടോ, സ്ത്രീകളോടാണ് അധികവും ഞാൻ പറയുന്നത്. പക്ഷെ പുരുഷന്മാർ അവരെ സപ്പോർട്ട് ചെയ്യുക. എന്നെ കേൾക്കുന്നവർ എൻ്റെ അടുത്ത് ഇത് സ്ട്രോങ് മെസ്സേജായി പോയി ചേച്ചി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ദിസ് ഈസ് വാട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദ ലോങ് റൺ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആമ്പിള്ളേരാണെങ്കിൽ പോയി പണി നോക്കുമെന്ന് പറയാമല്ലോ എന്നോട്. ബട്ട് സ്റ്റിൽ ഐ എം റിക്വസ്റ്റിംഗ് യു ടു സബ്സ്ക്രൈബ്. താങ്ക് യു. ഇനിയും വേറൊരു ടോപ്പിക്കായിട്ട് പിന്നീട്